നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ എല്ലാ പ്രകാരത്തിലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും ഉണ്ടാകും എന്ന ധാരണയോടുകൂടി എല്ലാ ചുമതലകളും ഏറ്റെടുക്കും. എന്നാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ജോലിസ്ഥലത്ത് പലർക്കും പകർച്ചവ്യാധി പിടിപെടുക, അല്ലാത്ത നിലയിൽ അവിചാരിതമായിട്ടുള്ള ചില ചുമതലകൾ വന്നു ചേരുക. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ നിവർത്തിക്കാൻ പറ്റില്ല, ഏറ്റെടുത്ത് ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു ചേരും. എന്നാലും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഏപ്രിൽ മാസത്തിൽ ചെയ്തു തീർക്കാം എന്ന ധാരണയോടുകൂടിയും ഈ ഒരു സാഹചര്യങ്ങൾ മേലധികാരികളെ ധരിപ്പിച്ചുകൊണ്ടും വളരെ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കാലഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് 1-2 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പലർക്കും പഠിച്ച കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ പോലും സ്വല്പം വിഭ്രാന്തി വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് പരീക്ഷയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുക വളരെ കുറവായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളുടെ ഇന്നത്തെ ഒരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൈമാറിയിട്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായൊരു തൊഴിൽ മേഖലകൾക്ക് പങ്കുചേരുവാനോ അല്ലെങ്കിൽ ഏർപ്പെടുവാനോ സാധ്യതയുണ്ട്. വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, പുതിയ ഭരണ സംവിധാനം പ്രാവർത്തികമാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. സങ്കീർണമായുള്ള വിഷയങ്ങളായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ഈ മാർച്ച് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലും ആദ്യത്തെ പകുതിയിലും അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പണം മറ്റൊരാളുടെ കയ്യിൽ പെടുന്നത് ഉചിതമല്ല. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവം പെരുമാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാപാര വിപണന വിതരണ മേഖലയിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ഏപ്രിൽ മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് ഇത്ര തന്നെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്ന ഊഹാപോഹങ്ങൾ കേൾക്കുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ചില ജോലിക്കാർക്ക് പരിശീലനം നൽകുവാനും മറ്റു ചിലരെ മറ്റു വിഭാഗത്തിലേക്ക് മാറ്റുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വിഷയ അവതരണത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി അവതരിപ്പിക്കുന്നത് വഴി നഷ്ടപ്പെടുവാനുള്ള കരാർ ജോലികൾ പോലും തിരിച്ചെടുക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. കാര്യനിർവഹണ ശക്തിയും കഴിവും പ്രാപ്തിയും അറിവൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം അവലംബിക്കാൻ മാനസികമായിട്ട് തയ്യാറെടുപ്പുണ്ടെങ്കിലും ചിലർക്കെല്ലാം അവസരങ്ങൾ കുറയുന്നത് വഴി സ്വല്പം മനസ്സിന് സമാധാനക്കേട് ഉണ്ടാകുവാൻ ഇടയുണ്ട്. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേറെ ചിലർക്ക്, വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് നിത്യവും ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിനാൽ മറ്റു രാജ്യങ്ങളിലേക്ക് മാറി അപേക്ഷകൾ നൽകുവാൻ അല്ലെങ്കിൽ മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പല കാര്യങ്ങളിലും പുനഃക്രമീകരണം വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും സ്വല്പം കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. യുക്തിക്ക് നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നായിരിക്കുക. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പലവിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല. ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് തന്നെയാണ് അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗത്തിൽ അവസരങ്ങൾ വന്നു ചേരും. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വേണ്ടപ്പെട്ടവരിൽ നിന്നും വിപരീതമായിട്ട് പ്രതികരണങ്ങൾ വന്നു ചേരുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയതായുള്ള സമീപനം വേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. സഹപാഠികളോടൊപ്പമോ
സുഹൃത്തുക്കളോടൊപ്പമോ ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ വിനോദയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. വാഹനം സ്വന്തം നിലയിൽ അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിച്ചതിൽ ഈ മേടമാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ പര്യാപ്തമാകുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ തൃപ്തിക്കനുസരിച്ച് ഒരുപക്ഷെ അവധിയെടുത്ത് മാർച്ച് മാസത്തിൽ ജന്മനാട്ടിൽ വന്ന് പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാകുവാനിട വരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ സാധ്യതയുണ്ട്. ഉദാസീന മനോഭാവം ഒഴിവാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം മാർഗതടസ്സങ്ങളെല്ലാം അതിജീവിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ യോഗം കാണുന്നുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ യോഗം കാണുന്നു. വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ബന്ധുവിൻ്റെ അകാല വിയോഗം അതീവ ദുഃഖത്തിന് വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ചെയ്തു വരുന്ന പല കാര്യങ്ങളും സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുക മാത്രമല്ല, ആ ഒരു പാത മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഭാവിയിലേക്ക് സ്വന്തം നിലയിലും നേട്ടമുണ്ടാകുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ പലതും വന്നു ചേരുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും ഒരു ഉദാസീന മനോഭാവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ സഹപ്രവർത്തകരുടെ സഹായ സഹകരണം എല്ലാ കാര്യങ്ങളിലും ഗുണകരമായി തീരുവാൻ പോലും ഈ ഒരു മാർച്ച് മാസത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ പലപ്പോഴും തൊഴിൽ മണ്ഡലങ്ങളിലുള്ള ആശങ്ക വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഇനി മുതൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ളൊരു പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധ്രുവീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റു മേഖലകളെല്ലാം തന്നെ നിർത്തലാക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അസുഖങ്ങളുണ്ടോ എന്ന പല തോന്നലുകളും ഉണ്ടാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലാത്തതിനാൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ വന്നു ചേരുന്ന ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്ര വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് പലപ്പോഴും പല ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യുക, ശനി ഞായർ എന്നീ ദിവസങ്ങളിലെല്ലാം തന്നെ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള നിക്ഷേപ സമാഹരണ യജ്ഞം, കരാർ ജോലികൾ എന്നിവയെല്ലാം തന്നെ നിർബന്ധമായിട്ട് മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കണം എന്ന നിർദ്ദേശം സ്വീകരിക്കുകയും അതിനുവേണ്ടി കൂടുതൽ ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് പൂർത്തീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു എങ്കിൽ പോലും പൂർത്തീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ തൃപ്തികരമായുള്ള രീതിയിൽ തന്നെ ഈ ഏറ്റെടുത്ത കാര്യങ്ങളിൽ സാമ്പത്തികമായുള്ള നേട്ടങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും മറ്റൊരു ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് ഇത് ഒരു നാന്തി കുറിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പലർക്കും ഉദാസീന മനോഭാവം, ഉപേക്ഷാ മനസ്ഥിതി എന്നിവ വർദ്ധിക്കുവാനിടയുണ്ട്. അതുകൊണ്ട് പരീക്ഷയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്ന ഒരു ആശങ്ക ഉണ്ട്. പലർക്കും മാതാപിതാക്കളുടെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ആരാധനാലയത്തിലെ വഴിപാടുകളൊക്കെ തന്നെ ഇതിനെ അതിജീവിക്കുന്നതിന് പോലും
സാധ്യതയുണ്ട്. ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വിനയത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ വിധത്തിലും കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ വേണ്ടപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമാക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ജനക്ഷേമ പദ്ധതികൾ പലതും അവലംബിക്കാനിടവരുമെങ്കിൽ പോലും വേണ്ടപ്പെട്ടവരിൽ നിന്നും വിചാരിച്ച പോലെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുക വളരെ കുറവായിരിക്കും. അതായത് എല്ലാ കാര്യങ്ങൾക്കും അധിക ചെലവ് അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് വർഷങ്ങളായിട്ട് താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുവാനായിട്ട് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. അസുഖമായിട്ടിരിക്കുന്ന ഗുരുകാരണവന്മാരെ കാണുവാനും സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. പുണ്യതീർത്ഥയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ഒരുപക്ഷെ മാർച്ച് മാസത്തിൽ ഏപ്രിൽ മാസത്തിലൊക്കെ വന്നു ചേരുവാനിടവരും. എന്നാൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കുറവുള്ളതുകൊണ്ട് മറ്റൊരു വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിക്കുവാനും അതിനുവേണ്ടി കരാർ ഒപ്പുവയ്ക്കുവാനും സാധ്യതയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അവധി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു മാസം അവിചാരിതമായിട്ട് അവധി ലഭിക്കുകയും ജന്മനാട്ടിൽ വന്നു പോകുവാനും സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. ഒരുപക്ഷെ ഏപ്രിൽ മെയ് എന്നീ മാസകാലങ്ങളിൽ പൂർത്തീകരിക്കുക എന്ന സങ്കല്പമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ പൂർത്തീകരിക്കത്തക്ക വിധത്തിൽ പണികളെല്ലാം തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നു. പലപ്പോഴും ഹ്രസ്വവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളെല്ലാം ഒഴിവാക്കി ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാൻ അതിന് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധ്യതയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുഭവ ഫലങ്ങൾ വന്നു ചേരും. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്ന് വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രതികരിക്കാതിരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ എല്ലാം തന്നെ മനനം ചെയ്തും എഴുതി വെച്ചും കൊണ്ടും വേണ്ടപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റു ചില ഭൂമികൾ പോലും പാട്ടത്തിനെടുത്തും കൊണ്ട് വിപുലമാക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുവാനും ധാരണയാകുവാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ ജൂൺ മാസത്തിലെ അതിൻ്റെ ഒരു കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനിട വരികയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ഇതാണ് ഈ മാർച്ച് മാസത്തിലെ ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.